നമഃ. പ്രിയമുള്ളവരെ, ഗുരു ഫിലോസഫി പഠനം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇത് ഈ ചാനലിലെ 18ാമത്തെ വീഡിയോ ആണ്. 17ാമത്തെ വീഡിയോ 3 ദിവസത്തിന് മുമ്പാണ് പോസ്റ്റ് ചെയ്തത്. ഈ വിഷയം ഇടവേളകൾ ഏറെയില്ലാതെ നിങ്ങളിലേക്ക് എത്തിച്ചാലേ നിങ്ങൾക്കിതിൻ്റെ തുടർച്ച കിട്ടും. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അടുത്ത ഭാഗവും ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. 17ാമത്തെ വീഡിയോയിൽ ഗുരുവിൻ്റെ അത്ഭുതകരമായ കൃതി വേദാന്ത സൂത്രത്തിലെ 4 സൂത്രങ്ങളാണ് പ്രതിപാദിച്ചത്. തദിദം ബ്രഹ്മേവാഹം എന്ന സൂത്രത്തിനെ 2ആയി പിരിച്ച് ഇദം ബ്രഹ്മയേവ, അഹം ബ്രഹ്മയേവ, അസ്യജ തേനേദം പ്രജ്വലിതം, ഈ 4 സൂത്രങ്ങളാണ് പറഞ്ഞത്. ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നൽകിയത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിൽ യഥാർത്ഥത്തിൽ 4ാമത് പറയേണ്ടിയിരുന്നത് തദ് ജ്യോതി എന്നൊരു സൂത്രമാണ്. അതൊരു സാങ്കേതിക കാരണങ്ങളാലായിരിക്കണം അത് മുറിഞ്ഞുപോയി. പിന്നെ നമ്മുടെ വീഡിയോ കമ്പോസ് ചെയ്ത് വന്നതിന് ശേഷം അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങുകയാണ്. തദ് ജ്യോതി, ഇത് ജ്യോതിസ്വരൂപമാണ്. തദ് എന്ന പദം ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. ബ്രഹ്മം ജ്യോതിസ്വരൂപമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പൂർണ്ണമാവില്ലല്ലോ. അതിൻ്റെ സവിശേഷത കൂടെ പറയുന്നുണ്ട്. സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുന്നു എന്നതാണ് ബ്രഹ്മത്തിൻ്റെ പ്രകാശസ്വരൂപത്വം. സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുക, ഇത് ബ്രഹ്മത്തിന് മാത്രമുള്ള ഒരു കഴിവാണ്. ഉണ്മ എന്നാൽ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുകയാണ്. ഉണ്മ എന്നത് സത്ത് അല്ലെങ്കിൽ നിലനിൽപ്പ്, അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. താൻ നിലനിൽക്കുന്ന ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ശക്തിക്ക് സ്വയം ഉണ്മ അനുഭവിക്കാൻ കഴിയും. നമ്മുടെ മനുഷ്യർക്കത് കഴിയും. ഞാനെന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ ഉണ്ട് എന്നതല്ലേ നമ്മുടെയൊക്കെ ഒരു ബോധ്യം, ഞാനില്ല എന്നല്ലല്ലോ. അപ്പോൾ എൻ്റെ അസ്തിത്വം എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ പരമസത്യത്തിൻ്റെ, പരബ്രഹ്മത്തിൻ്റെ അസ്തിത്വം ആ മഹാശക്തിക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് കഴിയുന്നൊരു കാര്യമാണ്. അത് പിന്നെ ബ്രഹ്മത്തിന് കഴിയില്ല എന്ന് നമുക്ക് കരുതേണ്ടതില്ലല്ലോ. മഹാശക്തിക്ക് കഴിയും, സർവശക്തനാണ്, കഴിയും. സ്വയം നിലനിൽപ്പ് അറിഞ്ഞുകൊണ്ട് ഉണ്മ അനുഭവിക്കാൻ മാത്രമല്ല, അനുഭവിച്ചുകൊണ്ട് വിളങ്ങാൻ കഴിയും. അതാണ് സവിശേഷത. സ്വയം ഉണ്മ അനുഭവിക്കാൻ കഴിയും, അനുഭവിച്ചുകൊണ്ട് വിളങ്ങാൻ കഴിയും. നമുക്ക് സ്വയം ഉണ്മ അനുഭവിക്കാൻ കഴിയും, മനുഷ്യർക്ക്, ജീവിജാലങ്ങൾക്കൊക്കെ. എന്നാൽ ജഡവസ്തുക്കൾക്ക് അവയുടെ നിലനിൽപ്പ് അനുഭവിക്കാനോ അറിയാനോ പോലും കഴിയില്ല. അപ്പോൾ സ്വയം നിലനിൽപ്പ് അറിയാനോ അനുഭവിക്കാനോ കഴിയാത്തതാണ് ജഡവസ്തുക്കൾ. സ്വയം നിലനിൽപ്പ് അറിയാനും അനുഭവിക്കാനും കഴിയുന്നതാണ് ബ്രഹ്മവും ജീവനും. ബ്രഹ്മവും ജീവനും ഈ കഴിവുണ്ടെങ്കിൽ ബ്രഹ്മത്തിനൊരു വിശേഷമുണ്ട്. സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുക, പ്രകാശിക്കുക, അത് ബ്രഹ്മത്തിനേ കഴിയൂ. നമുക്ക് സ്വയം ഉണ്മ അനുഭവിക്കാൻ കഴിയും, ഞാനുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും, ബോധ്യമുണ്ട്. പക്ഷേ നമുക്ക് സ്വയം വിളങ്ങാൻ കഴിയില്ല. നമ്മുടെ ശരീരം ജഡമാണ്, ആ ശരീരത്തിന് സ്വയം വിളങ്ങാൻ കഴിയില്ല. മറ്റ് ജഡവസ്തുക്കളെ പോലെ തന്നെ ജഡമാണ്, വിളങ്ങാൻ കഴിയില്ല. അങ്ങനെ സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുന്നു എന്നതാണ് ബ്രഹ്മത്തിൻ്റെ പ്രകാശ സ്വരൂപത്വം. ഇതാണ് ഈ സൂത്രത്തിൽ വിവരിക്കുന്നത്. സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുക എന്ന് മാത്രമല്ല, ജഗത് ദൃശ്യങ്ങളെയും പ്രപഞ്ച ദൃശ്യങ്ങളെയും എല്ലാ സർവ്വജീവജാലങ്ങളെയും, ജീവനില്ലാത്തവയെയും, അവയെല്ലാം പ്രകാശിപ്പിക്കുന്നത് ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ഈ ശക്തിയാണ്.
ഈ ശക്തി ഇങ്ങനെ പ്രകാശിച്ചു നിന്നില്ലെങ്കിൽ നാം ആരും പ്രകാശിക്കില്ല, അന്ധകാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അഗ്നിയും ഇടിമിന്നലുകളും ഒന്നും ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കില്ല. അത് കൃത്യമായി വിവരിച്ചതാണ്. സാധ്യമല്ലല്ലോ. സൂര്യമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഗാലക്സിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സൂര്യൻ്റെ പ്രകാശരശ്മികൾ സർവം വ്യാപിച്ച് നടക്കുന്ന ബ്രഹ്മത്തെ എങ്ങനെ പ്രകാശിപ്പിക്കാനാണ്? കഴിയില്ല. അപ്പോൾ സ്വയം ഉണ്മ അനുഭവിച്ച് വിളങ്ങുന്നു, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, ജഗത്തിലും ബ്രഹ്മത്തിലും ജഗത്തിലും പ്രപഞ്ചത്തിലും എല്ലാമുള്ള സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. ഈ അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും നാം അത് തിരിച്ചറിയാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രകാശം കിട്ടുന്നതും കാഴ്ച കാണാൻ കഴിയുന്നതും സൂര്യൻ്റെ പ്രകാശത്തിൽ മാത്രമാണ്. സൂര്യപ്രകാശമില്ലെങ്കിൽ പിന്നെ നമുക്ക് ഉറങ്ങാം, ഇരുട്ടാണ്, കണ്ണ് കാണാൻ കഴിയില്ലല്ലോ. എന്നാൽ സൂര്യപ്രകാശത്തിൽ നമ്മുടെ കണ്ണ് കാണുന്നത് പോലെ സൂര്യപ്രകാശം ഏൽക്കാത്ത ഭൂമിയുടെ മറുഭാഗത്ത്, ഇപ്പോൾ നമുക്ക് ഞാനീ സംസാരിക്കുമ്പോൾ പകലാണ്, ഇതേ സമയത്ത് ഭൂമിയുടെ നേരെ എതിർ ദിശയിൽ വരുന്ന അമേരിക്കയിൽ രാത്രിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഇരുട്ടാണ്, ഇവിടെ ഇപ്പോൾ പകലാണ്. ഇനി നേരെ തിരിച്ച് ഭൂമി കറങ്ങി വരുമ്പോൾ നമുക്ക് രാത്രിയും അവിടെ ഇരുട്ടാകും, നമുക്ക് പകലുമാകും. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വെളിച്ചത്തിലാണ് നമുക്ക് കണ്ണ് കാണാൻ കഴിയുന്നത് എങ്കിൽ ഇരുട്ടിൽ കണ്ണ് കാണുന്ന ജീവികളില്ലേ? വവ്വാല്, മൂങ്ങ തുടങ്ങിയവയൊക്കെ, അവയൊക്കെ രാത്രിയാണ് ഇരപിടിക്കുന്നതും അവരുടെ ജീവിതം ഭക്ഷണം തേടുന്നതും ഒക്കെ അങ്ങനെയാണ്. നമുക്കറിയാലോ, നേരം വെളുക്കുമ്പോൾ വവ്വാല് ചപ്പിയിട്ടിരിക്കുന്ന മാങ്ങ, പഴുത്ത മാങ്ങ, നമ്മൾ അറിയുന്നതിന് മുമ്പേ അതറിയും. അതൊന്ന് ആദ്യം ചെപ്പിയുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് തോന്നും, ഓ ഇത് പഴുത്തിട്ടുണ്ടല്ലോ എന്ന്. രാത്രിയിലാണ് അവർക്ക് കണ്ണ് കാണാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുകൾ ആരുടെ ആയാലും, നമ്മുടെ കണ്ണിൻ്റെ പരിമിതിയുണ്ട്. വെളിച്ചം കാണണമെങ്കിൽ സൂര്യപ്രകാശം വേണം. അവരുടെ കണ്ണുകൾക്ക് സൂര്യപ്രകാശത്തിൽ അവർക്ക് കണ്ണ് തുറക്കാൻ കഴിയില്ല, അവർ കിടന്നുറങ്ങും. അവർ ഇരുട്ടിലാണ് കാണുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കണ്ണുകൾക്ക് കാഴ്ച കിട്ടണമെങ്കിൽ വെളിച്ചം വേണം. ഇല്ലെങ്കിൽ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാവില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാം. കണ്ണെങ്ങനെയാണ് കാഴ്ച കാണുന്നത് എന്നൊക്കെ കൊച്ചുകുട്ടികൾ വരെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ മൂങ്ങയ്ക്ക് കണ്ണ് കാണാൻ കഴിയുന്നത് രാത്രിയാണെങ്കിൽ രാത്രിയിലും വെളിച്ചമുണ്ട്, ഇരുട്ടിലും വെളിച്ചമുണ്ട് എന്നാണ് അതിൻ്റെ വസ്തുത. അല്ലെങ്കിൽ മൂങ്ങയ്ക്ക് കണ്ണ് കാണാൻ കഴിയില്ല. അപ്പോൾ ഇരുട്ടിലും വെളിച്ചമുണ്ട്. ആ വെളിച്ചം എവിടെ നിന്ന് വരണം? സൂര്യൻ അപ്പോൾ പ്രകാശിക്കുന്നില്ല, അപ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ അവിടെ പതിക്കുന്നില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഇരുട്ടിൽ മൂങ്ങയ്ക്ക് കണ്ണ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വെളിച്ചം വരുന്നത്? അതാണ് ജഗത്ത് സർവ്വതിനെയും ജ്വലിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അതാണ്. സൂര്യരശ്മി പതിക്കാത്ത സമയത്തും അന്ധകാരമാണ് എന്ന് തോന്നുന്ന വേളയിലും കണ്ണിന് കാഴ്ചയുണ്ട്. നമ്മുടെ കണ്ണുകളും കുറേ നേരം ഇരുട്ടത്തിങ്ങനെ ഇരുന്ന് കണ്ണിനോട് ഇണങ്ങിച്ചേർന്നാൽ കുറേശ്ശെ നമുക്കും കാണാൻ കഴിയും. അത് നമ്മുടെയും അനുഭവമാണ്. അപ്പോൾ ബ്രഹ്മം ഉണ്മ അനുഭവിച്ച് വിളങ്ങുക എന്ന് മാത്രമല്ല, സർവ്വതിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ആ പ്രകാശമാണ് സൂര്യൻ്റെ പ്രകാശമില്ലാത്ത സന്ദർഭങ്ങളിലും ചന്ദ്രൻ്റെ പ്രകാശമില്ലാത്ത കറുത്ത വാവിൻ്റെ ദിവസങ്ങളിലുമൊക്കെ മൂങ്ങയ്ക്ക് രാത്രി കണ്ണു കാണാൻ കഴിയുന്നത്. ഇരുട്ടിനോട് ഇണങ്ങിപ്പോയാൽ നമുക്കും കുറേശ്ശെ കണ്ണു കാണാൻ കഴിയുന്നതും അതുകൊണ്ടാണ്. ഞാൻ ഈ വീഡിയോ നീട്ടുന്നില്ല. വീഡിയോകൾ ചെറുതായി ഇട്ടാൽ മതി. കാരണം ഇത് പെട്ടെന്ന് അങ്ങനെ കഥ പറഞ്ഞു പോകുന്ന പോലെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഈ ഒരൊറ്റ സൂത്രമാണ് പറഞ്ഞത്. അതും തജ്ജ്യോതി തേനേദം പ്രജ്വലിതം, അത് രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.
മഹാ അത്ഭുത സിദ്ധി അല്ലെങ്കിൽ അത്ഭുതമായ ഈ ബ്രഹ്മത്തിൻ്റെ കഴിവ് അത് ഈ ജഗത്ത് മുഴുവൻ, പ്രപഞ്ചവും ജഗത്തും മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഗുരു നമ്മളോട് പറയുന്നത്. ഗുരു ഈ അടുത്ത സൂത്രങ്ങൾ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് വരാൻ തുടരെയായിട്ട് വീഡിയോകൾ വരും. കാരണം നന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഇവിടെ തൽക്കാലം ഞാനിന്ന് നിർത്തുന്നു. എൻ്റെ വീഡിയോ കേട്ടിരുന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും കൃതജ്ഞത അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ തമ്പി ചേലക്കാട്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് ഇടണം. പെട്ടെന്ന് നിങ്ങൾക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കാകെ പ്രയാസമായി തോന്നാം. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.